സ്വർണം അങ്ങനെ ദിവസം തോറും റെക്കോർഡ് വിലയിലേക്ക് കുതിക്കുകയാണ്. പൊന്നിന് പൊന്നും വില. സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ കൂടി 5890 രൂപയായി. പവന് വില 47,120 രൂപ. എന്താണ് ഇതിന്റെ കാരണമെന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രദീപ്, അടിക്കടി ഉണ്ടാകുന്ന വില അത് ഇത്രയും വലിയ 5800 സംതിങ്ങിലേക്ക് ഗ്രാമിനെത്തുന്നു. 47,000 പിന്നിട്ട് കഴിയുമ്പോൾ ഈ പണിക്കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു പവന്റെ വില ഏകദേശം 50,000-ത്തിനപ്പുറത്തേക്കൊക്കെ പോകുന്ന നിലയാണുള്ളത്. എന്താണ് ഇതിന്റെ കാരണം പ്രദീപ്? ഗ്രാമിന് 5890 രൂപയാണ് ഇന്നത്തെ വിലയെന്ന് പറയുന്നത്. ഈ വർഷം സ്വർണ്ണവില കയറിയിറങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ വില കൂടുകയാണ് കൂടുതലും ചെയ്തത്. അതിൽ തന്നെ വിലയുടെ റെക്കോർഡ് ഏതാണ്ട് 14 തവണയാണ് ഈ ഒരു വർഷം ഭേദിക്കുന്ന കാഴ്ച കാണാനായത്. അങ്ങനെയാണ് ഇത്രയും ഉയർന്ന വിലയിൽ എത്തി നിൽക്കുന്നത്. പ്രധാനമായും വില ഇത്രയും ഉയരാൻ കാരണം രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടായിരിക്കുന്ന ഇടിവാണ്. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിലും രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന്, പൊതുവിലുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധി. ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആളുകൾ ഏറ്റവും മികച്ച ഒരു സുരക്ഷിത നിക്ഷേപമായാണ് സ്വർണ്ണത്തെ കാണുന്നത്. അങ്ങനെ കൂടുതൽ സ്വർണം വാങ്ങി വയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഫലമായി സ്വർണ്ണവില ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിവിധ യുദ്ധങ്ങളാണ്. പശ്ചിമേഷ്യയിലെ സമാധാന പ്രശ്നങ്ങൾ, ഉക്രൈനിലെ യുദ്ധം, ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ, ഇതെല്ലാം കൂടി നോക്കുമ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ ആളുകൾ സ്വർണ്ണത്തെ കൂടുതൽ ആശ്രയിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രൂഡിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനമാണ്. മറ്റൊന്ന്, പലരും വിവാഹ സീസണും മറ്റുമാകുമ്പോൾ കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നു. കൂടുതൽ ആളുകൾ രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ സ്വർണ്ണ ഉപഭോഗം വർദ്ധിക്കുന്നു. ചൈനയാണ് സ്വർണ്ണ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യം. ഇന്ത്യയും ഏറെ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആവശ്യകത വർദ്ധിക്കുന്നത് ഉൾപ്പെടെയുള്ളതാണ് സ്വർണ്ണത്തിൻ്റെ വില വർധനവിന് കാരണമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഒരു നിക്ഷേപമായി പലരും സ്വർണ്ണത്തെ കാണുന്നു. കഴിഞ്ഞ 6 വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വിലയിൽ ഏതാണ്ട് 118% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് മാത്രം, അതായത് ജനുവരി 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഒരു പവൻ സ്വർണ്ണത്തിന് ഏതാണ്ട് 6,650 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു നിക്ഷേപമായി സ്വർണ്ണത്തെ കാണുന്നു എന്നതുകൂടിയാണ് സ്വർണ്ണവില മുകളിലേക്ക് പോകാൻ കാരണം. പുതുവർഷത്തിലും സ്വർണ്ണവില മുകളിലേക്കായിരിക്കാനാണ് സാധ്യതയെന്നാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങനെയെങ്കിൽ പ്രദീപ്, എത്രത്തോളം കൂടാനൊക്കെയുള്ള സാധ്യത ഭേദിക്കുക? സർവകാല റെക്കോർഡെന്ന് നമ്മൾ പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഓരോ മാസങ്ങളൊക്കെ പിന്നിടുമ്പോൾ ഇനിയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ക്രൂഡിൻ്റെ വില, ഇതൊക്കെ ഏറ്റക്കുറച്ചിലുകളായി ഇനി വരുമ്പോൾ എത്രത്തോളം കുതിച്ചുയരാനാണോ സാധ്യത? അത് എന്നുവരെ നീണ്ടു നിൽക്കുമെന്നാണ് നിരീക്ഷകരൊക്കെ, വിപണിയിലെ പ്രധാനപ്പെട്ട നിരീക്ഷകരൊക്കെ പറയുന്നത്. കൃത്യമായൊരു തുക പറയാൻ ആർക്കും തന്നെ കഴിഞ്ഞു എന്ന് വരില്ല. മുൻപ് പറഞ്ഞ ഈ സംഭവ വികാസങ്ങളിലെ എല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും, അതായത് യുദ്ധങ്ങൾ, രൂപയുടെ വിനിമയ നിരക്കിലെ മൂല്യം, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായും ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത്. മാത്രവുമല്ല, അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണത്തിൻ്റെ വില കൂടി കണക്കിലെടുത്ത് മാത്രമേ ഒരു വില പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എത്ര വരെ പോകുമെന്ന് ഏറ്റവും വിദഗ്ധരായ ആളുകൾക്ക് പോലും വളരെ കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അതേസമയം 47,120 രൂപയാണ് ഇന്ന് ഒരു പവൻ്റെ വില. പക്ഷേ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ വില ഏതാണ്ട് 51,000 രൂപയിലധികമാകും. കാരണം നികുതി, GST, പണിക്കൂലി, അത്തരം കാര്യങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ ഏതാണ്ട് 51,000 രൂപയിൽ അധികമാകും ഒരു പവൻ സ്വർണ്ണം വാങ്ങാൻ. 2024 തുടക്കത്തിൽ എന്തായിരുന്നാലും ആ സ്വർണ്ണവില മുകളിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നു. കാരണം ഇപ്പോൾ ഈ 2023 അവസാനിക്കുമ്പോഴത്തെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും തന്നെ നിലനിൽക്കുന്നു. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ പുതുവർഷം പിറക്കാനുള്ളൂ. യുദ്ധഭീതി, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവയെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ എന്തായിരുന്നാലും സ്വർണ്ണവില താഴേക്ക് വരാനിടയില്ല, മുകളിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് വിപണി നൽകുന്ന സൂചന. തുടർന്നുള്ള മാസങ്ങളിലെ കാര്യങ്ങൾ മറ്റ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.